ഊട്ടിയിലെത്തിയ ഓമന ഫോൺ വിളിച്ച് മുരളീധരനെയും അവിടേക്ക് വിളിച്ചു വരുത്തി. ഊട്ടി റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഒരു ലോഡ്ജിൽ ഹേമ എന്ന വ്യാജപ്പേരിൽ അവരൊരു മുറിയെടുത്തു. എല്ലാം അവസാനിച്ചു എന്ന് കരുതിയ മുരളീധരൻ ഓമനയെ വീണ്ടും കിട്ടിയ സന്തോഷത്തിൽ ഊട്ടിയിലേക്ക് വണ്ടി കയറി. ജൂലൈ 11 തീയതി തന്റെ പദ്ധതി പ്രകാരം ഓമന മുരളീധരനെ ആ ലോഡ്ജ് മുറിയിലേക്ക് ക്ഷണിച്ചു. യാതൊരു സംശയവുമില്ലാതെ അവൻ ആ മുറിയിലേക്ക് കയറി ചെന്നു. അവർ അവിടെ വെച്ച് പലതവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ അവർ ഒരുമിച്ച് പുറത്തുപോയി ഭക്ഷണം കഴിച്ചു. രാത്രിയായപ്പോൾ അവർ തിരികെ മുറിയിലെത്തി. വീണ്ടും അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങവേ വളരെ സ്നേഹത്തോടെ ഓമന മുരളീധരനോട് ഒരു കാര്യം പറഞ്ഞു. ലൈംഗിക ബന്ധത്തിൽ കൂടുതൽ സുഖം ലഭിക്കാനായി താൻ ഒരു പുതിയ മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ടെന്നും അതൊന്ന് കുത്തിവെക്കട്ടെ എന്നും അവർ ചോദിച്ചു. കൂടെ നിൽക്കുന്നത് ഒരു ഡോക്ടർ ആയതുകൊണ്ട് മുരളീധരന് യാതൊരു സംശയവും തോന്നിയില്ല. മാത്രമല്ല, കൂടുതൽ സുഖം കിട്ടുമെങ്കിൽ മരുന്ന് കുത്തിവെക്കാമെന്ന് അവൻ സന്തോഷത്തോടെ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സിറിഞ്ചിൽ നേരത്തെ തന്നെ കരുതി വെച്ചിരുന്ന ആ മാരകമായ വിഷം ഓമന അവന്റെ ശരീരത്തിലേക്ക് കുത്തിവെച്ചു. പക്ഷേ ആ കുത്തിവെപ്പ് അവന് നൽകിയത് സുഖമായിരുന്നില്ല, മറിച്ച് അവന്റെ അന്ത്യമായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ആ മരുന്ന് അവന്റെ സിരകളിൽ പടർന്നു. മുരളീധരൻ അവിടെ മയങ്ങി വീണു. പിന്നീട് ഒരിക്കലും അവൻ ഉണർന്നില്ല. മണിക്കൂറുകൾ കഴിഞ്ഞതോടെ മുരളീധരന്റെ മരണം ഓമന ഉറപ്പിച്ചു.